ബിഷപ്പ് കോൺഫറൻസിന്റെ കീഴിൽ അസംഘടിതരായ തൊഴിലാളികളെ ഒരുമിച്ച് കൂട്ടി അവരുടെ സംരക്ഷണത്തിനും ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് KLM. അപ്പൊ മറ്റ് സംഘടനകളിൽ നിന്ന് ഒത്തിരി വ്യത്യാസമുള്ള സംഘടനയാണ്. ഇതിന് നമുക്കൊരിക്കലും കത്തോലിക്ക നമ്മൾ പറയില്ലേ, ബിഷപ്പ് കോൺഫറൻസിന്റെ കീഴിൽ നിന്ന് മാറ്റി നിർത്താനായിട്ട് സാധിക്കില്ല, അല്ലെങ്കിൽ ഒരു പള്ളിയിൽ മാത്രം തുടങ്ങി അവസാനിപ്പിക്കാനായിട്ട് സാധിക്കില്ല. തൊഴിലാളികൾ സുരക്ഷിതരല്ലാതെ ജീവിക്കുന്നു. ആ തൊഴിലാളികളിലേക്ക് ഗവൺമെന്റിന്റെ ക്ഷേമ നിധികളെയും ക്ഷേമ പ്രവർത്തനങ്ങളെയും ആനുകൂല്യങ്ങളെയും കുറിച്ച് അറിയിക്കുക എന്നുള്ളതും സാധിക്കുന്നത് പോലെ കത്തോലിക്ക സഭ അല്ലെങ്കിൽ രൂപതാ ഘടകം അല്ലെങ്കിൽ സംസ്ഥാന ഘടകം ഏറ്റവും മുൻപന്തിയിൽ നിന്ന് ആ ക്ഷേമനിധിയും ആനുകൂല്യങ്ങളും അവരുടെ ഭവനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതുമാണ് ഇന്ന് KLM തൃശ്ശൂർ അതിരൂപതയിൽ ഏറെ മനോഹരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെയ്യുന്നവർ അവരുടെ സ്ഥാപനമോ അല്ലെങ്കിൽ ഗവൺമെന്റ് അംഗീകൃതമായിട്ടുള്ള രൂപീകൃതപ്പെട്ടിട്ടുള്ള മേഖലകളോ അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പല കാര്യങ്ങളും ഗവൺമെന്റിൽ നിന്ന് ലഭിക്കുന്നത് അത് തന്നെ മേടിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മളെപ്പോലുള്ള സാധാരണക്കാരായിട്ടുള്ള ചില അസംഘടിതരായിട്ടുള്ള നിർമ്മാണ മേഖലയിലും മോട്ടോർ തൊഴിലാളികൾ, അതുപോലെ തന്നെ ഗാർഹിക തൊഴിലാളികൾ, പിന്നെ നമ്മുടെ പാചക തൊഴിലാളികൾ, തയ്യൽ തൊഴിലാളികൾ, ഇവരൊന്നും ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങളെ കുറിച്ച് അറിയുന്നില്ല. ഇപ്പൊ KLM ഇവിടെ ഒരു മധ്യസ്ഥത വഹിക്കുകയാണ്. ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ ആനുകൂല്യങ്ങളെയും സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകുന്ന രീതിയിൽ എത്തിച്ചു കൊടുക്കുന്നു. ഇനി ഇതെങ്ങനെയൊക്കെ ഇതിന്റെ ഭാഗമാകാം, എങ്ങനെയൊക്കെ ഇതിൽ ചേരാം എന്നുള്ള കാര്യങ്ങൾ വളരെ ഭംഗിയായി പറഞ്ഞു കൊടുക്കുക മാത്രമല്ല, ഈ തൊഴിൽ മേഖലയിലെ ഈ സംരക്ഷണത്തിലേക്ക് നമ്മുടെ KLM അവരെ ചേർക്കുകയും അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും കാലഘട്ടങ്ങൾ അനുസരിച്ച് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നതിനനുസരിച്ച് അവരിലേക്ക് എത്തിക്കുക കൂടെ കേരള ലേബർ മൂവ്മെന്റ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒന്നില്ലല്ലോ എന്നൊക്കെ പറയുമെങ്കിലും നമുക്കറിയാവുന്നതാണ്, പലതും ഗവൺമെന്റ് കൊടുക്കുന്നില്ല. പക്ഷെ ഓരോ ഗവൺമെന്റും ആയിരിക്കുന്ന സമയങ്ങളിൽ ആ ഗവൺമെന്റിന്റെ സംരക്ഷിതമായിട്ടുള്ള ട്രേഡ് യൂണിയനുകൾക്ക് സാധിക്കുന്നിടത്തോളം അവരത് എത്തിച്ചു കൊടുക്കാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിലപ്പോൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയോ പൊളിറ്റിക്കലായിട്ടുള്ള രാഷ്ട്രീയ പിന്തുണയോ ഇല്ലാത്ത ആളുകളാണെങ്കിൽ ചിലപ്പോൾ അത് അറിയാനായിട്ട് സാധിക്കില്ല. നമുക്ക് വലിയൊരു സന്തോഷമുണ്ട്, ഇപ്പോഴത്തെ കേരള ഗവൺമെന്റ് മുമ്പും ഈ പാർട്ടി ഒന്നും ഇല്ലാതെ തന്നെ എന്ത് കാര്യം ഗവൺമെന്റ് കൊടുക്കാൻ തുടങ്ങുന്നു അത് എല്ലാ പൊളിറ്റീഷ്യൻസും നമ്മൾ അറിയിക്കാറുണ്ട്. കത്തോലിക്ക സഭയിലെ കേരള ലേബർ മൂവ്മെന്റിനെ അറിയിക്കും. കാരണം നമുക്ക് 3000-ഓളം വരുന്ന തൊഴിലാളികൾ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി. ആനുകൂല്യങ്ങൾ ഒത്തിരി നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ പഠന സഹായം, ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള പഠന സഹായങ്ങൾ, അതുപോലെ തന്നെ വിവാഹ സഹായം, പ്രസവാനന്തര ശുശ്രൂഷകൾക്കുള്ള സഹായം. ഇതൊക്കെ ചില തൊഴിൽ മേഖലയുടെ ഭാഗമാകുമ്പോൾ ചില ഫോറങ്ങളുടെ, നമുക്ക് ട്രേഡ് യൂണിയൻ എന്ന് നമുക്ക് പറയാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ ഫോറങ്ങൾ എന്ന് പറയുന്നത്. ട്രേഡ് യൂണിയന്റെ അതേ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കിതൊക്കെ ആ ജനങ്ങളിലേക്ക് മേടിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. സ്നേഹമുള്ളവരെ, ചിലപ്പോൾ നിങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടാകും. ഏറെ മനോഹരമായി ഒരാൾ വീട്ടിൽ ഒരു തൊഴിലാളി മരിച്ചാൽ ആ വ്യക്തിയിലേക്ക് 1,55,000 രൂപയോളം നമുക്ക് 3-4 ദിവസത്തിനുള്ളിൽ കൊണ്ടുകൊടുക്കാനായിട്ട് സാധിക്കും. ഇതൊരു വലിയ സഹായം അല്ലെങ്കിൽ വലിയ പദ്ധതി ഒന്നല്ല. നിങ്ങൾക്കറിയാം എങ്ങനെയാ ചെയ്യുന്നത്? തൊഴിലാളികളായ ആളുകൾ ഇപ്പൊ ഒരു വീട്ടിലൊരാൾ മരിച്ചാൽ ബാക്കി എല്ലാ തൊഴിലാളികളും കൂടി 50 രൂപ വെച്ചെടുത്ത് ആ 50 രൂപയാണ് കൊടുക്കുന്നത്. വേറെ ഒരു തരത്തിലുള്ള പിരിവോ ബഹളോ ഒന്നുമില്ല. നമ്മളിലെ സാധാരണക്കാരായ തൊഴിലാളികൾ ഒരുമിച്ച് ചേർന്ന് ആ കുടുംബത്തെ സംരക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ കേരള കത്തോലിക്ക ബിഷപ്പ് കോൺഫറൻസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന KLMന്റെ ഏറ്റവും മനോഹരമായ ആപ്തവാക്യം സുരക്ഷിത തൊഴിലാളി, സുരക്ഷിത കേരളം എന്നുള്ളതാണ്. ഇതിന് ഇന്ത്യൻ ഘടകമുണ്ട്. CBCയുടെ നേതൃത്വത്തിലെ വർക്കേഴ്സ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഘടകം കൂടെ വളരെ മനോഹരമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ